ഹലോ, വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള വിവരങ്ങളും കൂടി നമ്മൾ നോക്കിയിട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇംഗ്ലീഷാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. 2022 നടന്നിട്ടുള്ള ബിരുദതല മെയിൻ പരീക്ഷയുടെ ഇംഗ്ലീഷാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ പാസീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസ് ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് വന്നിട്ടുള്ളത്, ആൻസർ വന്നിട്ടുള്ളത് ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പം അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ്, അതുപോലെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻ്ററോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്ററോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യരൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബ്, അപ്പോൾ അതിലാദ്യം നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് ഈസ് കൊടുത്തു അല്ലേ. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കുക, ഈസ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുത്തു, ഫ്രഞ്ച് എന്ന് കൊടുത്തു. ഈസ് ഒബ്ജക്റ്റ് ഫ്രഞ്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോക്കൺ എന്നാണ് സ്പീക്കിൻ്റെ മൂന്നാമത്തെ തേർഡ് ഇതായിട്ടുള്ള സ്പോക്കൺ കൊടുത്തു അല്ലേ. അപ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് സ്പോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോക്കൺ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞു, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ ബൈ ആണ് കൊടുക്കേണ്ടത്, ബൈ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്റൻസിലോട്ടൊന്ന് നോക്കാം. ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം. ഓക്കെ ആണല്ലോ. ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം. ആദ്യം ഈസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുത്തു, പിന്നെ V3 ഫോമാണ് അവിടെ കൊടുക്കേണ്ടത്, സ്പോക്കൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ബൈ ദം. അപ്പോൾ നോക്കുക, പ്രത്യേകം ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാസീവ് വോയിസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി തെറ്റിക്കൂലല്ലോ. അപ്പം ഇത് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡേഷ് ദ എക്സിബിഷൻ. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡേഷ് ദ എക്സിബിഷൻ. എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? വിസിറ്റ്സ് ഉണ്ട്, വിസിറ്റിംഗ് ഉണ്ട്, വിസിറ്റ് ഉണ്ട്, നൺ ഓഫ് ദേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വിസിറ്റാണ് വരുന്നത്. കാരണം നമുക്ക് നോക്കാം. അപ്പം പ്ലെൻറ്റി ഓഫ്, അതുപോലെ ഫ്രേസസ് ആണ് കേട്ടോ പറയുന്നത്. ഫ്രേസസിൽ പ്ലെൻറ്റി ഓഫ്, എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഓഫ്, എ സം ഓഫ്, മോസ്റ്റ് ഓഫ്, അങ്ങനെ വരുന്ന എക്സെട്ര അങ്ങനെ വരുന്ന ഫ്രേസസിൽ അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്, ദ വെർബ് വിൽ ബി സിംഗുലർ. അപ്പം ഇങ്ങനെ വരുന്ന അൺകൗണ്ടബിൾ നൗൺസ് ആണ് അതിനോടൊപ്പം വരുന്നതെങ്കിൽ, പ്ലെൻറ്റി ഓഫ്, അതുപോലെ എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഓഫ്, എ സം ഓഫ്, എ മോസ്റ്റ് ഓഫ് എന്നൊക്കെ വരുമ്പം അതിനോടൊപ്പം നമുക്ക് അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ നമ്മൾ സിംഗുലറാണ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ വന്നിട്ടുള്ളത് എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നാണ് വന്നിട്ടുള്ളത്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൗണ്ടബിൾ നൗൺ ആണ് അല്ലേ. കൗണ്ടബിൾ നൗൺ ആണ്, പ്ലൂരൽ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്ലൂരലാണ് കൊടുക്കുന്നത്, വിസിറ്റ് എന്നേ കൊടുക്കുള്ളൂ. വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് സിംഗുലറായി. അപ്പോൾ നമ്മൾ പീപ്പിൾ വന്നു, അതുകൊണ്ട് വിസിറ്റ് എന്നേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് ദ എക്സിബിഷൻ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ് ഡേഷ് 4 thieves അറ്റ് ലാസ്റ്റ് നൈറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അവിടെ വന്നിട്ടുള്ളത് ക്യാച്ചസ് ഉണ്ട്, ഹാർഡ് കോച്ച് ഉണ്ട്, അതുപോലെ കോച്ച് ഉണ്ട്. അത് കോച്ചാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. കോച്ച്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും അങ്ങനെയാണോ എന്നറിയില്ല, എന്നാലും കോച്ച് എന്നായിരിക്കും. കൗച്ച് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡി ആണ് അതിൻ്റെ ആൻസർ കേട്ടോ, കൗച്ച് എന്നാണ്. അപ്പം അതിൽ പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തിയിൽ നടന്ന സമയം കൃത്യതയോടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഒരു പാസ്റ്റിൽ ഭൂതകാലത്തിൽ നടന്ന ഒരു പ്രവൃത്തിയാണത്. ദ പോലീസ് കോച്ച് 4 thieves ലാസ്റ്റ് നൈറ്റ് എന്ന് കൃത്യതയോടെ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ വാക്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ കൗച്ച് ആണ് വരുന്നത് ആൻസറായിട്ട്. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് 50 hours, എററാണ് കേട്ടോ കണ്ടെത്തേണ്ടത്, 50 hours ഓഫ് സ്ട്രക്ചേർഡ് ഇൻറ്റേൺഷിപ്പ് ടു മാൻ പ്രോജക്റ്റ്. അപ്പോൾ ഇതിൽ തെറ്റ് വന്നിട്ടുള്ളത് ഏതിലൊക്കെയാണ്? തെറ്റ് വന്നിട്ടുള്ളത് ബി ഓപ്ഷനാണ്. എറർ 1ലും 3ലുമാണ് തെറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ശരിയായിട്ട് എങ്ങനെയാണെന്ന്. പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അത് തെറ്റാണ്. അവിടെ എന്താണ് വരേണ്ടത്? പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡ്സ്. എന്താണ്? ഇൻക്ലൂഡ്സ് എന്നാണ് വരേണ്ടത്. ഇനി 50 hours ഓഫ് സ്ട്രക്ചേർഡ് ഇൻറ്റേൺഷിപ്പ്,
അവിടെ 2-man പ്രോജക്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. 2 തെറ്റാണ്, 4-man പ്രോജക്ട്സ് ആണ്. 4-man പ്രോജക്ട്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ സെൻറ്റൻസ് റോയ് സേസ് ഐ ആം ഫ്ലൈയിങ് എ കൈറ്റ് ഈസ്. അപ്പം അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ആൻസർ ആയിട്ട് വന്നുള്ളത് ബി ആണ്. റോയ് സേസ് ദാറ്റ് ഹി ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് എന്നാണ്. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട വാക്യത്തിൽ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ, അപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സേ, സേസ്, ആസ്ക്, ആസ്കസ്, വിൽ ആസ്ക് ഇതൊക്കെയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത വാക്യത്തിൽ റിപ്പോർട്ടിംഗ് വെർബിൽ മാറ്റമുണ്ടാകില്ല. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഹി സേസ് എന്നാണ് അല്ലേ, ഹി സേസ് എന്നാണ്. അത് ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിട്ടുള്ളത്? റോയ് സേസ് എന്നാണ് വന്നിട്ടുള്ളത്. ആൻസറിലും എന്താണ് വന്നിട്ടുള്ളത്? റോയ് സേസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മാറ്റം വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാറ്റ് കൊടുക്കണം അല്ലേ, ദാറ്റ് കൊടുക്കണം. ഹി ഈസ് സിറ്റിംഗ്, ഹി ഈസ്, ഇപ്പം ദാറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹി ഈസ് ഫ്ലൈയിങ് എ കൈറ്റ്, ഹി ഈസ് ഫ്ലൈയിങ് എ കൈറ്റ്, അത് കൃത്യമായിട്ട് റിപ്പോർട്ടഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രൈസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. ഇപ്പം സെൻറ്റൻസ് നോക്കാം. ഹൗ ഡിഡ് ദീസ് തിങ്സ് ഹാപ്പൻ, ഹൗ ഡിഡ് ദീസ് തിങ്സ് ഹാപ്പൻ. അതിൻ്റെ ഫ്രൈസൽ വെർബ് ഏതാണ്? കം എബൌട്ട് ആണ്, കം എബൌട്ട് ആണ്, കം എബൌട്ട് ആണ്. അപ്പം അതിൽ കുറച്ച് ഫ്രൈസൽ വെർബ് ഉണ്ട്, നോക്കാം നമുക്ക്. കം ഫോർത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ, ഒക്യുവർ ആണ്, സംഭവിക്കുക. അപ്പോൾ കം ഫോർത്ത് വിത്ത് ആണെങ്കിൽ ഹാപ്പൻ, ഒക്യുവർ ആണ്, സംഭവിക്കുക. കം അപ്പോൺ ആണെങ്കിൽ യാദൃശ്ചികമായിട്ട് കാണാനിടയാവുക. ഫൈൻഡ് സംതിങ്, മീറ്റ് സംവൺ. കം അപ്പോൺ എന്ന് പറയുമ്പോൾ യാദൃശ്ചികമായിട്ട് കാണാൻ ഇടയാവുക എന്നതാണ് ഫൈൻഡ് സംതിങ്, മീറ്റ് സംവൺ. കം ഫ്രം ആണെങ്കിൽ ഒറിജിനേറ്റ്, ഉത്ഭവിക്കുക. കം ഫ്രം എന്ന് പറയുമ്പോൾ ഒറിജിനേറ്റ് ആണ്, ഒറിജിനേറ്റ്. കം ഹൈ ആണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. കം ഹൈ, എക്സ്പെൻസീവ്. കം ഹൈ ആണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. ഹൈ എന്ന് പറയുമ്പം ഉയരുള്ളതാണല്ലോ, അപ്പോൾ എക്സ്പെൻസീവായിട്ട്, മികച്ച, വിലയേറിയ എന്നൊക്കെ പറയും. ഇനി കം ബൈ ആണെങ്കിൽ ഒപ്റ്റെയിൻ ആണ്. കം ബൈ എന്ന് പറയുമ്പോൾ ഒപ്റ്റെയിൻ, ഒപ്റ്റെയിൻ എന്താണ്? ലാഭിക്കുക, ലാഭിക്കുക എന്നതാണ് ഒപ്റ്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ് ടെസ്റ്റേറ്റർ ഈസ്. ടെസ്റ്റേറ്റർ, ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ പത്രിക എഴുതുന്ന ആൾ, മരണപത്രം എഴുതുന്ന ആളിനെയാണ് ടെസ്റ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ തന്നെ ഫെമിനിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ടെസ്റ്റാട്രിക്സ് ആണ്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടെസ്റ്റാട്രിക്സ് ആണ്. മരണപത്രം എഴുതുന്ന ആളിനെയാണ് ടെസ്റ്റേറ്റർ എന്ന് പറയുന്നത്. ടെസ്റ്റാട്രിക്സ് എന്ന് പറഞ്ഞാൽ മരണപത്രം എഴുതിയവൾ എന്നതാണ്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിനോണിം ഓഫ് ദ വേർഡ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റിൻ്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. കോംപ്ലിമെൻറ്റ് ഇതെന്താണ്? കംപ്ലീറ്റ് ആണ്. കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്. ഇനി അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. ദ വൺ വേർഡ് ഫോർ എ മൂവ്മെൻറ്റ് ഓർ സീരീസ് ഓഫ് മൂവ്സ് റിക്വയർസ് സ്കിൽ ആൻഡ് കെയർ ഈസ്. അതെന്താണ്? അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് മോനോവർ എന്നാണ് കേട്ടോ. മെനോവർ എന്നാണ്. മെനോവർ 6 ഉച്ചരിക്കൂല, മെനോവ എന്നാണേ പറയുള്ളൂ. അപ്പോൾ 89 അതിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത് കുതന്ത്രം എന്നാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ വൺ വേർഡ് ഫോർ എ മൂവ്മെൻറ്റ് ഓർ സീരീസ് ഓഫ് മൂവ്സ് റിക്വയർസ് സ്കിൽ ആൻഡ് കെയർ. മെനോവ എന്നാണ്, മെനോവ. ഓക്കെ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ്റ് റൈറ്റിംഗ് ആൻഡ് സ്ക്രിപ്റ്റേഴ്സ് ഈസ് കാൾഡ്. അപ്പം എന്താണ്? ആൻഷ്യൻ്റ് റൈറ്റിംഗ് ആണ് അല്ലേ. ആൻഷ്യൻ്റ് റൈറ്റിങ്ങിനെ നമ്മൾ എന്താണ് പറയുന്നത്? അത് പാലിയോഗ്രഫിയാണ്. പാലിയോഗ്രഫി. ഇപ്പോൾ പാലിയോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ്റ് റൈറ്റിംഗ് എന്താണ്? അത് പാലിയോഗ്രഫിയാണ്. അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഓൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.